ഹലോ ഗായ്സ്, അപ്പം ഞാനിന്നൊരു കുക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ചീസ് ഉണ്ടാക്കാനാണ് കേട്ടോ, മഷ്റൂം ചീസ്. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് വേണ്ടത് കോൺ വേണം, പിന്നെ ബ്ലാക്ക് ഒലിവ് എന്ന് വെച്ചാൽ സ്ലൈസ് ഒലിവാണ് കേട്ടോ, പിന്നെ ക്ലാസ് ചീസ്, പിന്നെ മഷ്റൂം, സ്ലൈസ് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുക്കിംഗ് ക്രീം വേണം, ക്ലാസ് ചീസ് വേണം, പിന്നെ അതിനുള്ള ബ്രൗൺ ബ്രെഡ്, സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് പിന്നെ വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഫ്രൈ പാൻ വയ്ക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഇരുന്നിട്ട് വശക്കെടുക്കുക. ഇത് എളുപ്പ പണിയാണ് കേട്ടോ, അല്ല വൈകിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഉള്ളി ഒന്ന് വാടണം. വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുക്കുക. മഷ്റൂം എന്ന് പറയുന്നത് അറിയാമല്ലോ, കോണാണ് കേട്ടോ. കൂൺ പലയിടത്തും പല പേരാണ്. അറബികൾ മഷ്റൂം എന്നാണ് പറയുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വാടി കിട്ടും പെട്ടെന്ന്. അപ്പോൾ മഷ്റൂം ഒന്ന് വാടി കിട്ടി. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കേട്ടോ, കുറച്ച് പപ്പരിക്ക ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ മസാല ആയിട്ട്. പിന്നെ ശകലം മാഗി ക്യൂബ്സ്, അത് ടേസ്റ്റിനാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് അതിൽ ക്രീമൊക്കെ ഒഴിക്കുക. കുക്കിംഗ് ക്രീം കുറച്ച് ഒഴിക്കുക കേട്ടോ, കുക്കിംഗ് ക്രീം. പിന്നെ കുറച്ച് ക്ലാസ് ചീസ്. നല്ലോണം ഇളക്കുക, ഒന്ന് ക്ലിക്കായി വരും കേട്ടോ. ചീസാകുമ്പോൾ ഒന്ന് ഉരുകി ഒന്ന് ക്ലിക്കായി വരും. അങ്ങനെ ക്ലിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കോണും കുറച്ച് സ്ലൈസ് ബ്ലാക്ക് ഒലിവും കൂടെ ഒന്ന് മിക്സ് ആക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അറബിയിൽ കോണെന്ന് പറയുന്നത് ദുറ, മഷ്റൂമിന് നമ്മുടെ നാട്ടിൽ കൂണെന്ന് പറയും, ഇവിടെ മഷ്റൂം എന്ന് പറയും. നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രെഡിലോട്ട് നമുക്ക് നിരത്തുക. ഞാൻ രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, സ്ലൈസ്. കണ്ടില്ലേ, ഇത് നമുക്ക് ഓവനിൽ വെച്ചെടുക്കുന്നതാണ് കേട്ടോ. മസാല ബ്രെഡിലോട്ട് വയ്ക്കുക. ഒരു ബ്രെഡിൻ്റെ മീതെ വെച്ചിട്ട് അടുത്തൊരു ബ്രെഡ് അതിൻ്റെ മീതെ വയ്ക്കുക. അതേപോലെ മീതെ മസാല നിരത്തുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് നിരത്തുക. മൊസറല്ല ചീസ് നമുക്ക് മുകളിലോട്ട് നിരത്തുക. നമ്മൾ ഓവനിൽ വെച്ച് ചോപ്പിച്ചെടുക്കും കേട്ടോ. ഇതാക്കൊണ്ട് നേരെ ഓവനിൽ വെച്ച് 10 മിനിറ്റ് മതി. ഓവനിൽ വയ്ക്കുമ്പോൾ നമുക്കത് ബ്രെഡ് ചീസായി വരും. അല്ലേ, അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് മഷ്റൂം ചീസാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം, എളുപ്പപ്പണിയാണ്, വൈകിട്ടൊക്കെ കഴിക്കാൻ സൂപ്പറാണ്.